ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാ പോടത്തെ പ്രശ്നം. വേറൊരു പ്രശ്നവും പെടില്ല. അഭൗതികം, അദൃശ്യമാർഗം, മറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള മാർഗം എന്നാണ്. ആ നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നിനും സാധിക്കൂല, മലക്കിനും സാധിക്കൂല, മഹാത്മാക്കൾക്കും സാധിക്കൂല, അർവാഹികൾക്കും സാധിക്കൂല, ഒരു സൃഷ്ടിക്കും സാധിക്കൂല. ഇതാണ് അഭൗതികമായ നിലക്ക് പേടിക്കുക, അഭൗതികമായ നിലക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണങ്ങളുടെ പരിധിയിൽപ്പെട്ട ഉപദ്രവം തന്നെയാണ് ശൈത്താന്റെ ഉപദ്രവം. ശൈത്താൻ നമ്മളെ ഉപദ്രവിക്കുന്നത് അള്ളാഹു അവനെ ഉപദ്രവ കാരണമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് പാമ്പിനെ പേടിക്കുന്നുണ്ട്, അള്ളാഹിനെ മാത്രമേ പേടിക്കാവുണ്ട്. പാമ്പിനെ പേടിക്കുന്നില്ലേ? തേളിനെ പേടിക്കുന്നില്ലേ? വിഷജീവികളെ പേടിക്കുന്നില്ലേ? പേപ്പട്ടിയെ പേടിക്കുന്നില്ലേ? ഇതെന്താ? പോലീസിനെ പേടിക്കും നമ്മള്, ചിലപ്പോ ഉപ്പാനെ പേടിക്കും, ഉമ്മാനെ പേടിക്കും, പോക്കിരിയെ പേടിക്കും, ഭ്രാന്തനെ പേടിക്കും, ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുസ്ലിയാക്കന്മാരെയും സുല്ലമിമാരെയും പേടിക്കില്ലേ? ആ പേടിയൊക്കെ എന്താ? അതൊക്കെ നമ്മൾ ഭൗതികമായ നിലക്കുള്ള പേടിയാണ്. ഇതുപോലെ തന്നെ ശൈത്താനെ കുറിച്ചുള്ള പേടിയും ആ കൂട്ടത്തിൽപ്പെട്ടാണ്. കാര്യകാരണ ബന്ധങ്ങൾ അടിസ്ഥാനത്തിൽ അവനെ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ കണ്ണ് കാണുന്നില്ല എന്ന് മാത്രല്ല ജിന്നുകളെ കഴിവുകളെ കുറിച്ച് അഭൗതികം എന്ന് പറയാൻ പാടില്ലെന്നാണ് പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന യുവതയിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ 37ാമത്തെ ചോദ്യം നിങ്ങൾക്ക് അഭൗതികം എന്ന് മനസ്സിലാകാൻ വേണ്ടി വായിക്കാം. വലിയ തശ്വീഷ് ഉണ്ടാക്കിയ വിഷയം. സുലൈമാൻ നബി അലൈഹി സ്വലാം സദസ്സിനോട് അഭൗതിക സഹായം തേടിയിട്ടില്ലേ? ഒരു ചോദ്യം, അതിനുത്തരം ശബാബിൽ വന്ന ചോദ്യോത്തരം ബുക്കാക്കിയതാ, തൗഹീദുമായി ബന്ധപ്പെട്ടത്. ഫെബ്രുവരി 15 ശബാബിൽ ഇബാദത്തിന് അഭൗതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി മനസ്സിൽ രൂപം കൊള്ളുന്ന ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ കാതൽ അഥവാ ഇബാദത്ത് എന്നാണ് കാണാൻ കഴിഞ്ഞത്. ചോദ്യകർത്താവ് ചോദിക്കാണ്, എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം അകലങ്ങളിൽ കിടക്കുന്ന ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് തന്റെ മുമ്പിലെത്തിക്കുക എന്ന തീർത്തും അഭൗതികമായ കാര്യത്തിന് തന്റെ മുമ്പിലുള്ള സദസ്സിനോട് സഹായം തേടിയതായി ഖുർആൻ വിവരിക്കുന്നുണ്ട്. അഭൗതികമായ ഒരു കാര്യം നടക്കാൻ സൃഷ്ടികളോട് സഹായം തേടിയ സുലൈമാൻ നബിയെ എങ്ങനെ ന്യായീകരിക്കും? ഒരു ഖുറാഫിന്റെ ചോദ്യം. ചെറിയ മുണ്ടത്തിന്റെ മറുപടി കേട്ടോ. അല്ലാഹുവല്ലാത്ത ആരുടെയെങ്കിലും അഭൗതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാം ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചിട്ടില്ല. തന്റെ മുമ്പിലുള്ള സദസ്സിനോട് അവരുടെ കഴിവിനെയും കഴിവുകേടിനെയും സംബന്ധിച്ച് അവർക്കുള്ള ധാരണ എന്തെന്ന് പരിശോധിക്കുവാനായി ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് സുലൈമാൻ അലൈഹി സ്വലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട്, യാ അയ്യുഹൽ മലവേ, പ്രമുഖന്മാരെ, നിങ്ങളിൽ ആർക്കാണ് ആ സിംഹാസനം കൊണ്ടുവരാൻ തരികയെന്ന് സദസ്യരോട് അദ്ദേഹം ചോദിച്ചല്ലോ. അതിനെ കുറിച്ച് പറയാണ്. ജിന്നിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട പലരും ഇവരെ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു ഖുർആനിൽ അറിയപ്പെട്ട കാര്യം. ആ ആയത്തൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം ചെറിയ മുണ്ടൻ തുടരുകയാണ്. അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാമിക്ക് അസാമാന്യമായ അറിവും കഴിവും നൽകുകയും ജിന്നുകളും പക്ഷികളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നത് അവരോട് ആജ്ഞാപിക്കുകയും അനുസരിപ്പിക്കുകയുമാണ്. അദ്ദേഹം രാജാവ്, ഇവര് കീഴാളര്, പറഞ്ഞതനുസരിക്കുക മാത്രം അല്ലെ? അതുകൊണ്ട് അവരുടെ പ്രതികരണമായ ഒരു ചോദ്യത്തെ സഹായാർത്ഥനയായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. സുലൈമാൻ നബി അവരോട് ഇസ്തിഹാദ നടത്തിയൊന്നല്ല. എന്നിട്ട് ഇത്രയും കൂടി പറയുന്നു, ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും, അതീതം പറഞ്ഞാൽ അപ്പുറത്തുള്ളത്, മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളതാണെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. ജിന്നുകൾ അഭൗതികമായി സഹായിക്കുന്നല്ലേ നിങ്ങൾ പറയുന്നത്? ജിന്നുകൾ അഭൗതികം എന്ന് പറയാൻ പാടില്ല. ജിന്നുകളെ കുറിച്ച്, ജിന്നുകളെ കഴിവുകളെ കുറിച്ച് അഭൗതികം എന്ന് വിശേഷിപ്പിച്ച ഇസ്ലാമിക കാഴ്ചപ്പാട് ശരിയല്ല. സുല്ലമി പിന്നെ ഇസ്ലാമികൊന്നും നോക്കൂല, മൂപ്പരെ കാഴ്ചപ്പാടാ. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. കണ്ടോ? സൃഷ്ടികൾക്കാർക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിനെ അഭൗതിക കഴിവെന്നേ. അപ്പൊ ജിന്നുകൾ നമ്മളെ അഭൗതികമായി സഹായിക്കുന്നില്ലേ എന്ന് പറയാൻ പാടില്ല. അത് അഭൗതികമല്ല, അത് കാര്യകാരണബന്ധത്തിനകത്തുള്ളതാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണബന്ധത്തിന് അപ്പുറത്തുള്ളതാണ്. ജിന്നുകളെ കഴിവ് നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറത്താണെങ്കിലും അത് അഭൗതികമല്ല. സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽപ്പെട്ടൊരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ സഹായിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. കണ്ടോ? അപ്പൊ അഭൗതികമായ നിലക്ക് അള്ളാഹിനെ മാത്രമേ പേടിക്കാവൂ, അള്ളാഹിന്റെ മാത്രം സഹായം പ്രതീക്ഷിക്കാവൂ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ
കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മൾ ഉപദ്രവിക്കാനോ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിലൂടെ യാതൊരു മാറ്റവും പറ്റിയിട്ടില്ല. ഈ സുല്ലമിക്ക് അഭൗതികം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാത്ത പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതേ പുസ്തകത്തിന്റെ 103-ാമത്തെ പേജിൽ യാ ഇബാദല്ലാഹ് ഈനൂനി, വല്ല വിജനപ്രദേശത്തും നിങ്ങൾ ചെന്നുപെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നതായിട്ടൊരു ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ അത് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവല്ലേ? അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളും മലക്കുകളാണ് ഉദ്ദേശം എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയുടെ ഒരു ഭാഗം കൂടി കേൾപ്പിക്കാം. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. കേട്ടോ, നമ്മള് മനുഷ്യാതീതമായ കഴിവ് എന്നാ പറയല്. മനുഷ്യാതീത മനുഷ്യരോട് ചോദിക്കാണെങ്കിൽ മനുഷ്യ കഴിവിൽപ്പെട്ട ചോദിക്കാവൂ. സൃഷ്ടികളെ ആരോട് ചോദിക്കണം? ആ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെ ചോദിക്കാവൂ. അതിനപ്പുറത്തുള്ളത് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാ. ഈ പ്രാർത്ഥന അല്ലാഹുവല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ഇതൊക്കെ ഞാൻ വായിക്കുന്നത് യുവതയുടെ പുസ്തകാട്ടോ. നല്ലോണം മടവൂരികൾ നോട്ട് ചെയ്തോളി. മറുപടി പറയണം. നമുക്കൊരു 4 റൗണ്ട് ഇവിടെ നിന്ന് പൂട്ടാം.